പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടില്, നമ്മുടെ വീട്ടില്, നമ്മുടെ പരിസരത്തൊക്കെ നമ്മൾ പരിശീലിക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്, എവിടെ ചെന്നാലും നമ്മളത് കാണിക്കും അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വല്ലാതെ വൈറലായി. ഞാൻ ആദ്യം വിചാരിച്ചു ശത്രുക്കൾ എങ്ങാനും പ്രചരിപ്പിക്കുന്ന വാർത്തയായിരിക്കും, ശരിയായിരിക്കില്ല. എന്നാലും സാരമില്ല, നമുക്ക് കുറച്ച് താല്പര്യമുള്ള വ്യക്തിയുടെ വിഷയമായതുകൊണ്ട് പരതിപ്പോയി. നോക്കുമ്പോൾ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വന്തം വീര നായകനുണ്ടല്ലോ, സി എ റൌഫിന്റെ കണ്ണികൾ ഒരുപാട് പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത്. കോയമ്പത്തൂര്, കർണാടക, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു കണ്ണിയാണ് സി എ റൌഫ്. നമ്മൾ ആനയെന്ന് ചോദിക്കുമ്പോൾ ചേനയെന്നേ ഉത്തരം പറയും. അത് റൌഫിന്റെ ഒരു രീതിയാണ്. അഖില ഹദിയ വിഷയത്തിലൊക്കെ ഞാനും റൌഫും ചാനലില് ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ സി എ റൌഫ് നിലവിലുള്ളത് ജയിലിലാണ്. എന്തായിരുന്നാലും റൌഫിക്ക മുമ്പ് പറഞ്ഞിരുന്നു, പോപ്പുലർ ഫ്രണ്ടിന്റെ രോമത്തിൽ തൊടാമെന്ന് ഇഡിയും NIA-യും അമിത്ഷായും നരേന്ദ്രമോദിയും ഒന്നും വിചാരിക്കണ്ട, നടക്കില്ല. പിന്നീടാണ് മനസ്സിലായത് റൌഫ് പറഞ്ഞത് ശരിയായിരുന്നു, പോപ്പുലർ ഫ്രണ്ടിന് രോമമില്ല. പോപ്പുലർ ഫ്രണ്ട് മുഴുക്കെ ചരിച്ചിട്ടാ. അപ്പോ രോമമില്ലാത്ത പോപ്പുലർ ഫ്രണ്ടിനെ തൊടാൻ NIA-ക്ക് കഴിയില്ല എന്ന് അത്രയും ആത്മവിശ്വാസത്തോടെ റൌഫ് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കേണ്ടി വന്നു. അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. ഇരിക്കട്ടെ, ഈ വിഷയത്തിലേക്ക് വരാം. ഒരു പഞ്ചാബി ആയിരുന്നത്രേ അദ്ദേഹത്തിന്റെ കൂടെ കിടന്നത്, പഞ്ചാബിയോ പാകിസ്ഥാനിയോ അങ്ങനെ. എന്തായിരുന്നാലും റൌഫ് നല്ല തിന്നു കൊഴുത്ത് തടിച്ച ഒരു ശരീരപ്രകൃതിയാണ്. അപ്പൊ രാത്രി ജയിലിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്ന് കിടന്നപ്പോൾ റൌഫിനെ നോക്കിയപ്പോഴേക്ക് നമ്മുടെ കാക്കായ്ക്ക് എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി. എന്തായിരുന്നാലും റൌഫിനെ പിടിച്ച് കമിഴ്ത്തി കിടത്തി പിന്നാമ്പുറം വിശാലമാക്കി പഞ്ചാബി എന്നാണ് കേട്ടത്. വാർത്ത അങ്ങനെയായിരുന്നു. ചിലപ്പോൾ അതിനകത്തിന് മലദ്വാറുണ്ടോ എന്ന് നോക്കിയതാണോ എന്ന് അറിയില്ല, റൌഫായതുകൊണ്ട് സംശയം തോന്നിയിട്ട് നോക്കിയതാണോ എന്നറിയില്ല. എന്തായിരുന്നാലും റൌഫിന്റെ പിന്നാമ്പുറം ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞ് വിശാലമാക്കി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പൊത്തി അടച്ചു വെക്കുകയും ചെയ്തു. ഇത് വലിയ രൂപത്തിൽ വാർത്തയായി. പിന്നീട് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തിന്റെ വേദനകൾ സ്വന്തം വേദനയാക്കിയെടുത്തിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് സഹോദരങ്ങൾ ഈ വാർത്ത നിഷേധിച്ചു. ഇത് നടക്കുന്നത് തിഹാർ ജയിലിനകത്താണ്. അവിടെ നിന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവരാരും ഈ വാർത്ത നിഷേധിച്ചിട്ടില്ല. എന്നാലും കണ്ടവൻ അവിടെ നിൽക്കൂ, കേട്ടവൻ പറയട്ടെ എന്ന രൂപത്തിൽ നമ്മുടെ കാക്കമാര് മുഴുവനും ആ വാർത്തയെ ഒന്ന് തേച്ച് വെളുപ്പിക്കാൻ ശ്രമിച്ചു. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം, നമ്മുടെ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഉണ്ടല്ലോ ഇമ്രാൻഖാൻ, അദ്ദേഹവും സമാനമായ സാഹചര്യത്തിൽ പിന്നാമ്പുറം ജയിലിനകത്ത് വിശാലമാക്കപ്പെട്ടു എന്നാണ് കേട്ടത്. നമ്മുടെ മദ്രസ പ്രോഡക്റ്റുകൾ ആയതുകൊണ്ട് ഇത് വിശ്വസിക്കുകയല്ലാതെ തരമില്ല കേട്ടോ. അപ്പോ പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ പോലീസ് കസ്റ്റഡിയിൽ ലൈംഗിക പീഡനം ഏറ്റു എന്ന സ്ഥിരീകരണവുമായി പാക് എമിറേറ്റ്സ് മിലിറ്ററി ആശുപത്രിയുടെ രേഖകളാണ് ഇത് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ വിശ്വസനീയമാണ്. സോഴ്സ് എവിടെ? സോഴ്സ് കിട്ടിയില്ലേ? ഇനിയും ഗിയർ എവിടെ, ബ്രേക്ക് എവിടെ, ആക്സിലേറ്റർ എവിടെ എന്ന് ചോദിച്ച് നിങ്ങൾ ആരും ഘോരം ശബ്ദമുണ്ടാക്കണ്ട. ഇമ്രാൻ അണ്ണന് പണി കിട്ടിയത് അണ്ണന് മനസ്സിലായിട്ടുണ്ട്. പലയിടത്തും കൊടുക്കുമ്പോൾ എവിടെന്നെങ്കിലും ഒക്കെ തിരിച്ചും കിട്ടില്ലേ? എന്തായിരുന്നാലും ഇത് ട്വിറ്ററിലാണ് ഇത് വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്തായിരുന്നാലും സംഭവത്തിൽ പാകിസ്ഥാന്റെ പ്രതികരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആശുപത്രി ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആശുപത്രി രേഖകളാണത് പറയുന്നത്. രേഖ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പുറത്തു വന്നിട്ടുള്ള ആശുപത്രി രേഖകള്. ക്ലാരിറ്റി ഇല്ലേ?
തന്നെയുമല്ല, മറ്റൊരു ട്വിസ്റ്റ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. ലൈംഗിക അതിക്രമത്തിൽ അദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റു എന്ന മെഡിക്കൽ രേഖകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. സാമ്പത്തിക തിരിമറി കേസിലാണ് ഇമ്രാൻഖാൻ ജയിലിൽ കഴിയുന്നത്. ഇമ്രാൻഖാനെ 14 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്കാണ് പാകിസ്ഥാനിലെ അഴിമതി വിരുദ്ധ കോടതി വിധിച്ചിരിക്കുന്നത്. അൽ ഖാദിറുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാട് കേസിലാണ് ഇമ്രാൻഖാനെ ശിക്ഷിച്ചത്. അദ്ദേഹം രാജ്യദ്രോഹിയാണ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ പാകിസ്ഥാൻ തെഹ്രിക്ക് ഇൻസാഫ് അഥവാ PTI, ഈ പാർട്ടിയുടെ സ്ഥാപകനാണ് ഇമ്രാൻഖാൻ. 2023 ഓഗസ്റ്റ് മുതലാണ് ഇദ്ദേഹം ജയിലിൽ കഴിയുന്നത്. മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ സ്ഥാപിതമായ ഒരു അഭിഭാഷക ഗ്രൂപ്പായ പാകിസ്ഥാൻ വേൾഡ് അലയൻസ് PWA, ഇതിന്റെ അംഗങ്ങളും നോർവീജിയൻ രാഷ്ട്രീയ പാർട്ടിയായ പാർട്ടിയറ്റ് സെൻട്രമിൽ അവിടെ നിന്നുമൊക്കെയുള്ള ആളുകളാണ് 72കാരനായ ഇമ്രാൻഖാനെ നാമനിർദ്ദേശം ചെയ്തതായി പ്രഖ്യാപിക്കുന്നത്. പാകിസ്ഥാനിലെ മനുഷ്യാവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തി, ജനാധിപത്യത്തിനു വേണ്ടി തീവ്രമായ ശ്രമങ്ങൾ നടത്തി. ഈ പ്രവർത്തനത്തിനാണ് നോമിനേഷൻ ചെയ്യാൻ അവകാശമുള്ള ഒരാളുമായി സഖ്യത്തിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ സമാധാന നോബേലിന് നാമനിർദ്ദേശം ചെയ്തതായി പാർട്ടിയറ്റ് സെൻട്രം എക്സിലൂടെ ജനങ്ങളെ അറിയിക്കുന്നത്. ദക്ഷിണേഷ്യയിൽ സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് 2019 ഖാൻ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ്. എല്ലാ വർഷവും 100 കണക്കിന് നോബൽ സമ്മാന ജേതാക്കളായി തെരഞ്ഞെടുക്കുന്നതിനു വേണ്ടി നോബൽ കമ്മിറ്റിക്ക് നോബൽ സമ്മാനത്തിനുള്ള ആളുകളുടെ ലിസ്റ്റ് ലഭിക്കുന്നുണ്ട്. അതിനുശേഷം 8 മാസത്തെ നീണ്ട പ്രക്രിയയിലൂടെ അവർ വിജയിയെ തെരഞ്ഞെടുക്കുന്നു എന്നാണ് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ പാകിസ്ഥാൻ തെഹ്രിക്ക് ഇൻസാഫ് എന്ന പാർട്ടിയുടെ സ്ഥാപകൻ കൂടിയായ ഇമ്രാൻഖാൻ, നിലവിൽ അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ ഒരു ഫാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായിട്ട് തന്നെയാണ് ഇമ്രാൻഖാൻ പ്രതികരിച്ചിട്ടുള്ളത്. ജനുവരിയിൽ അധികാര ദുർവിനിയോഗം നടത്തിയെന്നും അഴിമതി നടത്തിയെന്നും ഒക്കെ സംബന്ധിച്ച കേസിൽ ഇമ്രാൻഖാന് 14 വർഷമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്, തടവ്. സംസ്ഥാന സമ്മാനങ്ങള് വിൽക്കല്, സംസ്ഥാന രഹസ്യങ്ങള് ചോർത്തല്, നിയമവിരുദ്ധ വിവാഹം എന്നിവയുമൊക്കെയായി ബന്ധപ്പെട്ട് മുൻ ശിക്ഷകൾ കോടതികൾ റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ചെയ്തതായിട്ടാണ് അറിഞ്ഞത്. 2022 ഏപ്രിലിൽ നടന്ന അവിശ്വാസ വോട്ടെടുപ്പിന് ശേഷം ഖാൻ അധികാരം നഷ്ടപ്പെട്ടു. തനിക്കെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അദ്ദേഹം നിഷേധിക്കുന്നു. അവ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും ഇമ്രാൻഖാൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും സത്യങ്ങൾ തുറന്നു പറയുന്ന ആളുകൾക്ക് നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യമുണ്ടല്ലോ നിലവിൽ. നന്ദി.